പാപം നിങ്ങളെ ഭരിച്ചിരുന്ന ഒരു സമയം നിങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിലാകുമ്പോൾ, ക്രിസ്തുവിലേക്ക് വരുമ്പോൾ, കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, സകലവും പുതുതായി തീർന്നിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിലാകുമ്പോൾ പിന്നെ പാപമല്ല നമ്മളെ ഭരിക്കുന്നത്, ക്രിസ്തുവാണ് നമ്മളെ ഭരിക്കുന്നത്. ക്രിസ്തുവിലാവുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കുക. ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ നമുക്ക് സ്വയമായി ജീവിക്കുവാൻ കഴിയുകയില്ല, അതിനും ദൈവം തന്നെ നമ്മളെ സഹായിക്കും. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ, നമ്മൾ പാപത്തിൻ്റെ വഴിയിൽ വഴുതി പാപത്തിൽ വീണുപോയാൽ എന്താണ് സംഭവിക്കുക? നിങ്ങൾ ക്രിസ്തുവിലാകുമ്പോൾ ഒരു ദിവസം കൊണ്ട് എല്ലാം പെർഫെക്റ്റ് ആകണം എന്നില്ല. അപ്പോൾ നിങ്ങൾ വീണു പോയാൽ എന്ത് സംഭവിക്കും? വീഴുമ്പോൾ പെട്ടെന്ന് ഉള്ളിലൊരു ചിന്ത വരും, എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകണം, ഈ പാപത്തിൽ എനിക്ക് കിടന്നാൽ പറ്റത്തില്ല, ഈ പാപത്തിൽ നിന്നും എനിക്ക് എഴുന്നേറ്റ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എനിക്ക് തിരികെ പോകണം എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരും. എന്നിട്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ മുട്ടുകുത്തും. എന്നിട്ട് പറയും, കർത്താവേ, ഐ ആം സോറി എന്ന് പറഞ്ഞാൽ, ഇംഗ്ലീഷിൽ സോറി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ, കർത്താവേ, എനിക്കതിൽ വിഷമമുണ്ട്, എനിക്ക് ആ സംഭവിച്ചതിൽ വിഷമമുണ്ട്. എന്നിട്ട് നിങ്ങൾ ദൈവത്തോട് പറയും, ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ഇനി ഒരിക്കലും ആ പാപത്തിൻ്റെ വഴിയിൽ ഞാൻ പോവുകയില്ല, ആ തെറ്റ് ഞാൻ ചെയ്യത്തില്ല എന്ന് നിങ്ങൾ ഏറ്റു പറയുമ്പോൾ ദൈവം നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുകയും നിങ്ങളെ വീണ്ടും കൈക്കൊള്ളുകയും ചെയ്യും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പാപം ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് ദൈവം നിങ്ങളെ വിളിക്കുവാണ്, കം ബാക്ക്, തിരികെ വരുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്ന് ദൈവത്തോട് നമുക്ക് പറയാം, കർത്താവേ, അപ്പാ, ഞാൻ പാപം ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ, ഇനി ഒരിക്കലും ആ വഴിയിലേക്ക് ഞാനില്ല, ഞാൻ ഇനി അങ്ങയുടെ വഴിയിൽ ഞാൻ ജീവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ യേശു ക്രിസ്തുവിനെ വീണ്ടും നമുക്ക് രക്ഷിതാവായിട്ട് സ്വീകരിക്കാം. നമുക്ക് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് മടങ്ങി വന്ന് നമ്മളെ പൂർണ്ണമായിട്ടും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. സദൃശ്യവാക്യം 24 അധ്യായം അതിൽ 16 വാക്യം പറയുന്നു, നീതിമാൻ 7 പ്രാവശ്യം വീണാലും അവൻ എഴുന്നേൽക്കും. അതായത് നീതിമാനായ ഒരു വ്യക്തി, ക്രിസ്തുവിൽ വന്ന ഒരു വ്യക്തി, അവൻ വീണു പോയാൽ ആ വീഴുന്ന ആ പാപത്തിൻ്റെ കുഴിയിൽ അവൻ കിടക്കുകയില്ല, അവൻ ഉടൻ തന്നെ അവിടുന്ന് പൊടിയും തട്ടി എണീക്കും. നീതിമാനായ ഒരു ദൈവപൈതൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ കൃപയും ഉള്ളതുകൊണ്ട് അവന് ഉറപ്പുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് ഏറ്റു പറഞ്ഞാൽ എൻ്റെ ഈ പാപം ദൈവം ക്ഷമിച്ചു തരും. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പാപത്തിൽ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ, പാപം ചെയ്തു പോയെങ്കിൽ ഇന്ന് നമുക്ക് തിരികെ വരാം ദൈവസന്നിധിയിൽ. എന്നിട്ട് നമുക്ക് പറയാം, ദൈവമേ, ഐ എം സോറി, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ഇനി ഒരിക്കലും ആ പാപം ആവർത്തിക്കത്തില്ല എന്ന് നിങ്ങൾ തുറന്ന് പറയുവാൻ തയ്യാറാകുമ്പോൾ, കർത്താവിനെ വീണ്ടും സ്വീകരിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവം നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും. ഗോഡ് ബ്ലെസ് യു.